നമുക്ക് പൊറോട്ട കൊണ്ട് ഷവർമ ഉണ്ടാക്കാം. അപ്പോൾ പൊറോട്ടയൊക്കെ വീശി വെക്കാം. മാവൊക്കെ പരത്തി ഇത് വലിയ പൊറോട്ടയാണ്. അല്ലെങ്കിൽ ഇത് 2 എണ്ണം ആക്കായിരുന്നു. പക്ഷെ ഇത് ഷവർമയ്ക്കായ കാരണം ഇത്തിരി വലുതാക്കി എടുക്കാം. ഇതൊക്കെ ഒന്ന് അതുപോലെ വീശിയിട്ട് ഉരുട്ടി വയ്ക്കാം. ഷവർമ ഉണ്ടാക്കുക. അപ്പം ഇനി പൊറോട്ട ഒന്ന് ചുട്ടെടുക്കാം. ഇപ്പോൾ ഷവർമയ്ക്കുള്ള പൊറോട്ട ഇനി ഓരോന്നും നമുക്ക് ചുട്ടെടുക്കാം. ഇത് ഒരെണ്ണേ കല്ലിൽ ഇടാൻ പറ്റുള്ളൂ. ഇത്തിരി വലുതായ കാരണേ കല്ലൊന്ന് ചൂടാവട്ടെ. ഇത് ഡാൽഡയും സൺഫ്ലവർ ഓയിലും കൂടിയിട്ട് മിക്സ് ചെയ്തതാണ്. നമുക്ക് ഓരോന്ന് ചുട്ടെടുക്കാം. അപ്പം നമ്മുടെ പൊറോട്ടയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷവർമയുടെ ഫില്ലിങ്സ് വെച്ച് റോൾ ചെയ്യാം. ചിക്കൻ കാലത്ത് തന്നെ മസാലയൊക്കെ പുരട്ടി വെച്ചുള്ളതാണ്. മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ കബാബ് മസാലയും ചേർത്തുണ്ട്. അത് ഫ്രൈ ചെയ്തെടുത്തതാണ്. പിന്നെ ഉരുളൻകിഴങ്ങ്, ക്യാബേജ്, പിന്നെ അത് ക്യാബേജും സവാളയും കൂടിയിട്ട് അരിഞ്ഞ് വെച്ചുള്ളതാണ്. മയോണൈസും ടൊമാറ്റോ സോസും കൂടി ചേർത്തുള്ളതാണ്. ഇത് ടൊമാറ്റോ സോസ് മാത്രം. അപ്പോൾ നമുക്ക് ഇനി ഓരോന്ന് റോൾ ചെയ്തെടുക്കാം. പൊറോട്ട നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ചിക്കനും ഒക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് സവാളയും കാബേജും കൂടി അരിഞ്ഞതാണ്. ഇനി കുറച്ച് മയോണൈസൊക്കെ കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മയോണൈസ് വേണമെങ്കിൽ ഇനിയും ചേർക്കാം കേട്ടോ. അതിന് നമ്മൾ പൊറോട്ടയിൽ കുറച്ച് ചേർക്കും. അത് കാരണം അധികം ഒഴിക്കാൻ. അപ്പോൾ ഇനി നമുക്ക് പൊറോട്ട ഇതിൽ വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് മയോണൈസ് ഒന്ന് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് പുരട്ടി കൊടുക്കാം. സോസും മയോണൈസും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ക്യാബേജ് ഇടുക. നമ്മൾ അതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സിങ് കുറച്ച് ചേർക്കുക. പൊട്ടാറ്റോ ഒരു 3-4 പീസ് വെച്ചെടുക്കുക. ടൊമാറ്റോ സോസ് വേണ്ടവർക്ക് ഒഴിക്കുക. ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല. ഞങ്ങൾ ഒഴിക്കാറുണ്ട്.
പിന്നെ ഒരല്പം മയണൈസും കൂടി ഒഴിക്കാം. ഇതെടുക്കാം. അപ്പോൾ നമ്മുടെ പൊറോട്ട ഷവർമ്മ റെഡി ആയിട്ടുണ്ട്.